हो जाओ वीर जी। രണ്ടു വർഷത്തിനു ശേഷമാണ് വീണ്ടും കർഷകർ ദില്ലിയുടെ അതിർത്തികളിലേക്ക് സമരവുമായി എത്തുന്നത്. കർഷക സമരം ശക്തമാകുന്നത് കേന്ദ്ര സർക്കാരിനെ ഇരട്ടി പ്രതിസന്ധിയിലാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സമരം ഏതുവിധേനയും അമർച്ച ചെയ്യുക എന്നതാകും കേന്ദ്ര സർക്കാർ ലക്ഷ്യം. കർഷകരുമായി സർക്കാർ നടത്തിയ ചർച്ചകളും ഫലം കണ്ടിട്ടില്ല. താങ്ങുവില, വൈദ്യുതി ഭേദഗതി ബിൽ എന്നിവയിൽ സർക്കാർ നൽകിയ ഉറപ്പുകളും പാലിക്കപ്പെട്ടിട്ടില്ല. ബജറ്റ് പ്രഖ്യാപനത്തിൽ അന്നദാതാക്കളെ സർക്കാർ മികച്ച രീതിയിൽ പരിഗണിക്കുമെന്നായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. 16-ന് സംയുക്ത കിസാൻ മോർച്ചയും ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു വിഭാഗം കർഷക സംഘടനകൾ മാത്രമാണ് സമരമുഖത്തുള്ളതെങ്കിലും സമരം ശക്തമാകാനുള്ള സാധ്യതയും കേന്ദ്ര സർക്കാർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ സമരം ശക്തിപ്പെട്ടാൽ അത് കേന്ദ്ര സർക്കാരിനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാക്കും. രണ്ടു വർഷത്തിനു ശേഷം കർഷക സമരം വീണ്ടും ശക്തമാകുമ്പോൾ കേന്ദ്ര സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇരട്ടി പ്രതിസന്ധിയിലാവുകയാണ്. അതിർത്തിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.